സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പുത്തൻ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ മിത്ര ഇങ്ങനെ സാരി ഉടുക്കാൻ അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ ആര്യൻ വരുമ്പോൾ ആര്യന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ സാരി ഉടുപ്പിച്ച് തരണം, എനിക്ക് സാരി ഉടുക്കാൻ പറ്റുന്നില്ല, അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, എന്നാ നീ ഇന്ന് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിത്ര എന്നാ ശരി ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്, നീ പോകാതിരിക്കാനാണ് ഞാൻ ഇത്രയും പൈസ കൊടുത്ത് സാരിയൊക്കെ മേടിച്ചു തന്നത്, എന്നാ ശരി ഞാൻ ഉടുപ്പിച്ച് തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ തന്നെ സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുത്ത് നമ്മുടെ മിത്രയെ കോളേജിൽ കൊണ്ടുപോയി വിടുന്ന ദൃശ്യങ്ങളാട്ടോ. അപ്പൊ നമ്മുടെ മിത്ര പറയുന്നുണ്ട്, ഈ സാരി ഉടുത്ത് എനിക്ക് പെട്ടിയും പിടിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല, ഞാൻ ആര്യനെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നോട്ടെ വിടാതിരിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ആര്യൻ വിസമ്മതിക്കുന്നുണ്ട്, വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിത്ര പറയുന്നത്, എന്നാ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ആര്യൻ, ഓ നീ എന്താന്ന് വെച്ചാൽ ചെയ്യും, കെട്ടിപ്പിടിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞ് ഇവര് കെട്ടിപ്പിടിച്ച് ബൈക്കിലൊക്കെ പോകുന്നുണ്ട് രംഗാട്ടോ. അപ്പൊ നമ്മുടെ മിത്ര ഭയങ്കര സ്വപ്നമാണ് പാട്ടൊക്കെ വെച്ച് നീയാം തണലിന് താഴെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, സിനിമാ പാട്ട്. ആ ഒരു പാട്ടിലൊക്കെ നമ്മുടെ മിത്ര ഇങ്ങനെ ആലോചനയിൽ ഇങ്ങനെ മുഴുകി പോവുക. നമ്മുടെ മിത്രയും ആര്യനും ഇങ്ങനെ ബൈക്കിൽ പോകുന്നതും വീട്ടിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതും അവരെന്താ പറയാ ഭയങ്കരമായിട്ട് പ്രണയമുഹൂർത്തങ്ങൾ, അവരുടെ പ്രണയമുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കോളേജ് എത്തുന്നത് വരെ. അപ്പൊ അവിടെ ചിലപ്പോൾ നമ്മുടെ മിത്ര ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആര്യൻ ഇങ്ങനെ പോകുന്ന വഴിയില് നമ്മുടെ ബാലനെ കാണുന്നുണ്ട്. ബാലൻ ഇങ്ങനെ സ്കൂട്ടറിന് കോമഡി സ്റ്റോഴ്സ് കടയിലോട്ട് പോകുന്ന ഒരു രംഗമായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പൊ പോകും വഴി നമ്മുടെ ബാലൻ ആരുടെയൊക്കെയോ കാറായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ട്. അപ്പൊ ബാലന്റെ തെറ്റല്ല ശരിക്കും, ആ കാറുകാരുടെ തെറ്റായിരിക്കും. അപ്പൊ ആ കാറുകാർ വന്ന് നമ്മുടെ ബാലന്റെ മേത്ത് കുറെ ചൂടാകുന്നുണ്ട്. ശേഷം ഞാൻ അറിയാതെ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആര്യൻ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ, മാറി നിന്ന് കാണുന്നുണ്ട്. ബാലൻ അറിയത്തില്ല ഈ ഒരു കാര്യമൊക്കെ ആര്യൻ കണ്ടത്. അപ്പൊ ആര്യൻ നമ്മുടെ ബാലൻ പോയതിനു ശേഷം ആ കാറുകാരെ പിടിച്ചിട്ട് നീ എന്റെ അച്ഛനെ അപമാനിച്ചല്ലേ ആക്ഷേപിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അപ്പൊ അത് ഏതോ ഒരു വലിയ വീട്ടിലെ ചെക്കനാട്ടോ ആ ഒരു കാറുകാരൻ. അപ്പൊ എന്തൊക്കെയോ പണി വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട്, നീ നോക്കിക്കോടാ, നിനക്ക് ഇതിനുള്ള പണി വരാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാം. ഇപ്പൊ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഇനി നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. വെറുതെ വഴി കൂടി പോയ പാമ്പിനെ നമ്മുടെ ആര്യൻ തോളത്തേച്ചിട്ട പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ സാന്ത്വനം ചൂടോട്ടെ. ഇനി അതിന്റെ പേരിൽ ആ ഒരു ചെക്കനെ ആക്ഷേപിച്ചതിന്റെ പേരിൽ ആ ചെക്കനോട് എന്താ പറയാ ആര്യൻ ചൂടായി സംസാരിച്ചതിന്റെ പേരിലായിരിക്കും ഇനി അടുത്ത പ്രശ്നങ്ങൾ ഇനി പുറകെ വരാൻ പോകുന്നത്. കണ്ടു തന്നെ അറിയാട്ടെ ഇനി എന്തൊക്കെയായി തീരുമെന്ന്. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.